നീ ഇവനെ വിഴുങ്ങാൻ വന്ന കാലപ്പാമ്പാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പൊ ഇത്തിരി ക്ഷീണത്തിലാണെങ്കിലും അംബിക എന്നോ അംബിക തന്നെയാ. പലരെയും കൊന്ന് തള്ളിയിട്ടുള്ളവളാ ഞാൻ. നിന്റെ മുന്നിലേ തൽക്കാലം ഞാൻ തോൽക്കുന്നതേ ഞാൻ മറ്റൊരു ജയം മുന്നിൽ കണ്ടോണ്ടാ. എന്റെ സാരി എടുത്തു തരാതെ നിന്നെയും ഇവനെയും ഇവിടുന്ന് ഒരടി ഞാൻ വിടില്ല. എന്റെ പൊന്നു നന്ദു, എന്തൊക്കെ പറഞ്ഞാലും ഇവരെന്റെ അമ്മയായി പോയില്ലേ, ഒന്ന് കൂടെ പോയി വാങ്ങിച്ചു കൊടുക്ക്. അച്ഛൻ എങ്ങനെ ഇവിടെ ജീവിക്കും? ജീവിച്ചല്ലേ പറ്റൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊന്നും വേണ്ട. എല്ലാവരെയും പോലെ തന്നെ ഞാനും. അച്ഛാ, നമുക്ക് തറവാട്ട് വീട്ടിലേക്ക് മാറിയാലോ? സൂര്യമംഗലത്തേക്ക്. ഗതികെട്ട് ആത്മഹത്യ ചെയ്യണം. ആത്മാഭിമാനം പണയം വെക്കരുത്. സൂര്യമംഗലം പത്മയുടെ കൊട്ടാരമാ, നിന്റെ അമ്മയുടെ വീട്. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. എന്താ അച്ഛ ഇത്? ഞാൻ അച്ഛന്റെ അവസ്ഥയോർത്ത് ചിന്തിച്ചു പോയിന്നേ ഉള്ളൂ. എന്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. ഏത് സാഹചര്യത്തിലും ഒരുമിച്ച് സന്തോഷത്തോടെ ഞാൻ ജീവിക്കും. ഇപ്പൊ ഉണ്ടായ കാറ്റിനെയും കടലിനെയും ഒന്നും ശാന്തമാക്കാൻ മനുഷ്യരായ നമുക്ക് പറ്റില്ല. അതിന് ദൈവപുത്രൻ വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോവാം. ഇതിന്റെ വാതിൽക്കലൊന്നും ആരെയും കാണുന്നില്ലല്ലോ മോളെ. നീ ഇപ്പോഴും പിണക്കത്തിലാണോ? അതൊക്കെ വിട്. അതിന്റെ സാരി കിട്ടാൻ വേണ്ടി ഒന്ന് ചൂടായെന്നല്ലേ ഉള്ളൂ. നമ്മള് അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു. എനിക്കാരോടും വഴക്കൊന്നുമില്ല. ഒന്നിനെയും കാണുന്നില്ലല്ലോടി. ഇവരെന്താ വടക്കേ ഇന്ത്യക്കാരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പരിപ്പും സവാളയും ഉരുളക്കിഴങ്ങും കൂടി ഒരുമിച്ച് വേവുന്നൊരു മണം. അതെന്താ മലയാളികൾക്ക് ഉരുളക്കിഴങ്ങും പരിപ്പും ഒന്നും ഇറങ്ങത്തില്ലേ? ഏയ്. അമ്മ വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. നിക്കവിടെ.